ഇന്ന് 29 ഏപ്രിൽ 2025. ഇന്നിപ്പോൾ ഞാൻ ഒരു റിവിഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ഇൻ ഇന്ത്യ, അതിനെ പറ്റിയാണ് നോക്കുന്നത്. അപ്പോൾ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഞാൻ നോക്കിയ പല ചോദ്യപേപ്പറിലും ഇങ്ങനെ വരുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലും പിന്നെ മോക്കിലൊക്കെ ഇങ്ങനെ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിനെ പറ്റി ഇങ്ങനെ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഫസ്റ്റ് വന്ന ന്യൂക്ലിയർ പവർ പ്ലാന്റ് താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷൻ. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ പാൽഘർ ഡിസ്ട്രിക്റ്റിലാണ്. പാൽഘർ ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സീസൈഡായിട്ടുള്ളൊരു കടലിൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ താരാപൂർ അറ്റോമിക് പവർ പ്ലാന്റ്. അവിടെയാണ് ഫസ്റ്റായിട്ടൊരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് വന്നത്. ഇത് വന്നത് 1969. താരാപൂർ ന്യൂക്ലിയർ പവർ പ്ലാന്റ് അറ്റോമിക് പവർ സ്റ്റേഷൻ, താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷൻ, അതായത് കടലിനോട് അടുത്ത് കിടക്കുന്നൊരു സ്ഥലം തന്നെയാണ്. 1969 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇത് NPCIL, എല്ലാ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സും ഞാൻ കണ്ടിട്ടുള്ള വായിച്ചപ്പോൾ കണ്ടത് എല്ലാ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നടത്തുന്നത് NPCIL ആണ്. NPCILൻ്റെ ഫുൾ ഫോം NPCIL, ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അതാണ് NPCIL, ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അതാണ് NPCIL. അപ്പോൾ ഇത് മഹാരാഷ്ട്രയിലെ ഏറ്റവും ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്നൊരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ് താരാപൂർ പവർ പ്ലാന്റ്. ഇത് കൺസ്ട്രക്ഷൻ തുടങ്ങിയത് 1961 തുടങ്ങിയത്. 1961 തുടങ്ങി, അതിൻ്റെ കംപ്ലീഷൻ 1969 പിന്നെ അത് റൺ ചെയ്ത് തുടങ്ങി. പ്രൈം മിനിസ്റ്റർ ആയിരുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രി പ്രൈം മിനിസ്റ്റർ ആയിരുന്നപ്പോഴായിരുന്നു ഇത് ബിൽഡ് ചെയ്ത് തുടങ്ങിയത്. ഇത് ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇന്ത്യ USA ആയിട്ടൊരു കരാറിൽ ഒപ്പിട്ടു. അങ്ങനെയാണ് ഈ ഇതിൻ്റെ ബിൽഡിങ് തുടങ്ങിയത്, ഈ ഒരു അറ്റോമിക് പവർ പ്ലാന്റ് ബിൽഡിങ് തുടങ്ങിയത്. അവരൊരു അഗ്രിമെൻറ്റിൻ്റെ പേര് 123 അഗ്രിമെൻ്റ് എന്നാണ്. അങ്ങനെ എടുത്ത് ചോദിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. 123 അഗ്രിമെൻറ്റ്, അത് ഞാൻ ജസ്റ്റ് വിക്കിപീഡിയ നോക്കിയാണ് ഇത്രയും കുറച്ച് ഡീറ്റെയിൽസ് ഇങ്ങനെ നോക്കി. അതും IAEA, ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി. ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഒരു ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്. അവരും USA കൂടെ ചേർന്ന് നമ്മളൊരു എഗ്രിമെൻ്റ് വെച്ചു. അവരും ഉണ്ടായിരുന്നു, IAEA, ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയും കൂടെ ഉണ്ടായിരുന്നു. ബിൽഡ് ഫോർ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി ബൈ പിന്നെ ഏത് കമ്പനിയാണ് അവരെ സഹായിച്ചതെന്നുള്ളതൊക്കെ അതൊന്നും അത്ര എനിക്ക് തോന്നണില്ല അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ബിൽഡ് ഫോർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി ബൈ GE ആൻഡ് ബെക്ടെൽ. GE എന്ന് പറഞ്ഞാൽ ജനറൽ ഇലക്ട്രിക് കമ്പനി, അമേരിക്കൻ മൾട്ടിനാഷണൽ കോൺഗ്ലോമറേറ്റ്. ബെക്ടെൽ കോർപ്പറേഷൻ, ഒരു അമേരിക്കൻ എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെൻറ്റ്, കൺസ്ട്രക്ഷൻ ആൻഡ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഫൗണ്ടഡ് ഇൻ സാൻ ഫ്രാൻസിസ്കോ. അത്രയൊന്നും ഡീറ്റെയിലേക്ക് പോകണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കപ്പാസിറ്റി പലതിലും ചോദിക്കാറുണ്ടെന്ന് തോന്നുന്നു, ഞാൻ കണ്ടിട്ടുണ്ട്. കപ്പാസിറ്റി 1400 മെഗാവാട്ടാണ് ഇതിൻ്റെ കപ്പാസിറ്റി. പിന്നെ രണ്ടാമത്തെ പഠിക്കാനുള്ളത് ലാർജസ്റ്റ് ആൻഡ് ന്യൂവസ്റ്റ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്. ഏറ്റവും പുതിയതും ഏറ്റവും ലാർജസ്റ്റും ആയിട്ടുള്ള ന്യൂക്ലിയർ പവർ പ്ലാന്റ് കൂടംകുളം തിരുനെൽവേലി ഡിസ്ട്രിക്റ്റ് ഓഫ് തമിഴ്നാടു, അവിടെയാണ് കൂടംകുളം സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് എ മിനിറ്റ്.
ഓക്കെ, സോ കൂടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് തിരുനെൽവേലി ഡിസ്ട്രിക്ട്. തിരുനെൽവേലി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കന്യാകുമാരിയുടെ അടുത്തായിട്ട് വരും. അതിൻ്റെ അടുത്തായിട്ടുള്ളൊരു സ്ഥലത്താണ് കൂടംകുളം സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കപ്പാസിറ്റിയാണ് ഏറ്റവും വലുത്, 6000 മെഗാവാട്ട് കപ്പാസിറ്റി. അതായത് 6000 മെഗാവാട്ടാണ് കംപ്ലീറ്റ് എക്സ്പെക്റ്റഡ് കപ്പാസിറ്റി. ആസ് ഓഫ് നൗ 2000 മെഗാവാട്ടാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത്. കാരണം അവിടെ ഇനിയും ഇങ്ങനെ വർക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട്. പുതിയ എന്തൊക്കെയോ കുറേ റിയാക്ടർ, അതൊക്കെ കുറേ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ അതിനെപ്പറ്റി ടച്ചില്ലാത്ത ആൾക്കാർക്കൊന്നും അത്ര മനസ്സിലാവില്ല. അത് കാരണം അതൊക്കെ കുറേ സ്കിപ്പ് ചെയ്തിട്ടാണ് നോക്കിയത്. 2000 ആണ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത്. പക്ഷെ അതിൻ്റെ ആക്ച്വൽ അത് 6000 വരും എന്നാണ് പറയുന്നത്, എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ. പിന്നെയുള്ളത് ഓക്കെ, ഈ താരാപ്പൂർ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. താരാപ്പൂർ അറ്റോമിക് പവർ സ്റ്റേഷൻ RRB NTPC 2020-ലും 2020-ൽ 2 ദിവസം ചോദിച്ചിട്ടുണ്ട് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. 1400 മെഗാവാട്ട്. പിന്നെ കൂടംകുളമാണ് ഏറ്റവും ലാർജസ്റ്റ്. കൂടംകുളം അതും ചോദിച്ചിട്ടുണ്ട് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നതെന്ന്. RRB NTPC 2020, 21 കുറേ തവണ ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയോ കുറേ ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കപ്പാസിറ്റി 2000 മെഗാവാട്ട്. ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 2013-ലാണ് കമ്മീഷൻ ഡേറ്റ്. അതായത് എനിക്ക് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് ആണെന്ന് കമ്മീഷൻ ഡേറ്റ് എന്ന് പറയുന്നത്. കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത് 31 മാർച്ച് 2002. കമ്മീഷൻ ഡേറ്റ് 22 ഒക്ടോബർ 2013. യൂണിറ്റ് 1 കമ്മീഷൻ ഡേറ്റ് ചെയ്ത സമയമാണ് 22 ഒക്ടോബർ 2013. ഇതിൻ്റെ തന്നെ യൂണിറ്റ് 2 15 ഒക്ടോബർ 2016 കമ്മീഷൻ ചെയ്തു. യൂണിറ്റ് 2 കമ്മീഷൻ, യൂണിറ്റ് 2 2016. ഇത് റഷ്യയുടെ ഹെൽപ്പോടു കൂടിയാണ് ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കിയത്. റഷ്യയുടെ ഒരു സ്റ്റേറ്റ് കമ്പനിയുണ്ട്, റഷ്യയുടെ സ്റ്റേറ്റ് ഓൺഡ് കമ്പനിയുള്ള ആറ്റംസ്ട്രോയ് എക്സ്പോർട്ട്. അതൊന്നും പഠിക്കേണ്ട, അതൊന്നും ചോദിക്കുന്ന എനിക്ക് തോന്നണില്ല. എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തത് രാജസ്ഥാൻ അറ്റോമിക് പവർ പ്ലാന്റ്. ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് രാവത്ത് ഭാത്ത ഇൻ രാജസ്ഥാൻ ന്യൂക്ലിയർ പവർ പ്ലാന്റ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് രാവത്ത് ഭാത്ത. അതൊരു ഡിസ്ട്രിക്റ്റ് ആണെന്ന് തോന്നുന്നു. രാവത്ത് ഭാത്ത സിറ്റി തഹസിൽ സബ് ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടർ. കറക്റ്റ് ഡിസ്ട്രിക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, സബ് ഡിസ്ട്രിക്റ്റ് എന്ന് പറയാം. രാവത്ത് ഭാത്ത അത് രാജസ്ഥാൻ്റെ കുറച്ച് സൗത്ത് സൈഡിലായിട്ട് വരും. ഇതാണ് 3rd ലാർജസ്റ്റ്. കൂടംകുളം താരാപ്പൂറും കഴിഞ്ഞാൽ മൂന്നാമത്തെ ഏറ്റവും ലാർജസ്റ്റ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഇതാണ്. ഇതിൻ്റെ കപ്പാസിറ്റി 1180. ഇത് കൺസ്ട്രക്ഷൻ തുടങ്ങിയത് 1963 തുടങ്ങി. അതിൻ്റെ കംപ്ലീറ്റ് ആയത് 1973, 10 വർഷം കൊണ്ട് കംപ്ലീറ്റ് ആയി. വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാനഡയുടെ ഹെൽപ്പോടു കൂടിയാണ് ഇതിൻ്റെ വർക്കിംഗ് തുടങ്ങിയത്, ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആക്കിയത്. രാജസ്ഥാൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാനഡ. ഇതും ചോദിച്ചു 2021 വന്ന RRB NTPCയിൽ ചോദിച്ചിരുന്നു. പിന്നെ നാലാമത്തത് കൽപ്പാക്കം മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷൻ. ഇത് ചെന്നൈയുടെ അടുത്തായിട്ട് വരും, ചെന്നൈയുടെ കുറച്ചും കൂടെ നോർത്ത് സൈഡിലായിട്ടെന്ന് തോന്നുന്നു. കൽപ്പാക്കം ഒന്ന് നോക്കട്ടെ. കൽപ്പാക്കം ന്യൂക്ലിയർ പവർ പ്ലാന്റ്, മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷൻ എന്നും പറയും, MAPS. ഇത് ചെന്നൈയുടെ കുറച്ച്
ചെന്നൈയുടെ സൗത്ത് സൈഡിലായിട്ട് വരും കൽപ്പാക്കം. ചെന്നൈയുടെ കുറേ കൂടെ സൗത്തിലായിട്ട് വരും കൽപ്പാക്കം. ഇവിടെ 80 കിലോമീറ്റർ സൗത്ത് ഓഫ് ചെന്നൈ. കമ്മീഷൻഡ് ഇൻ 1984. 440 മെഗാവാട്ടിൻ്റെ ഒരു പവർ പ്ലാന്റാണ് അവിടെ ഉള്ളത്, കൽപ്പാക്കം. പിന്നെയുള്ളത് നരോര അറ്റോമിക് പവർ സ്റ്റേഷൻ, ഉത്തർപ്രദേശ്. ഇത് ബുലന്ദ് ഷഹർ ഡിസ്ട്രിക്റ്റ് ഓഫ് UPയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതും ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൽപ്പാക്കം അധികം ചോദിച്ചിട്ടില്ല. ബുലന്ദ് ഷഹറിലെ മറ്റേ നരോര ചോദിച്ചിട്ടുണ്ട്. CGL ചോദിച്ചിട്ടുണ്ട്. NTPC 2021, SSC MTS 2019, CGL 2022 ഇതിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. നരോര അറ്റോമിക് പവർ സ്റ്റേഷൻ അത് കൺസ്ട്രക്ഷൻ ബിഗാൻ ഇൻ 1977. നരോര അറ്റോമിക് പവർ സ്റ്റേഷൻ 1977. കമ്മീഷൻ ഡേറ്റ് 1 ജാനുവരി 1991. അന്നാണത് കമ്മീഷനായി കംപ്ലീറ്റ് ആയി കഴിഞ്ഞത്. 440 മെഗാവാട്ടിൻ്റെ സംഗതി. ഇതൊക്കെ മറ്റേത് വെച്ച് നോക്കുമ്പോൾ ചെറുതാണ്. പിന്നെ കക്രപാർ സെക്കൻഡ് ലാർജസ്റ്റ് ആണെന്ന് പറയുന്നു. കക്രപാർ സെക്കൻഡ് ലാർജസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഫ്യൂച്ചറിൽ അത് സെക്കൻഡ് ലാർജസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ടെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. കാരണം ഇപ്പോൾ അതിൻ്റെ കപ്പാസിറ്റി 440 മെഗാവാട്ടാണ് കിടക്കുന്നത്. ബട്ട് അത് ഫ്യൂച്ചറിൽ സെക്കൻഡ് ലാർജസ്റ്റ് ആവുന്നുള്ളൊരു രീതിയിലാണ്. കുറേ കൂടെ സംഗതികളൊക്കെ വരുമ്പോൾ അത് വരും എന്നാണ് പറയുന്നത്. സെക്കൻഡ് ലാർജസ്റ്റ് എന്നാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോഴും കാണുന്നത്. ആഫ്റ്റർ കമ്മീഷനിങ് യൂണിറ്റ്സ് 3 and 4, the power plant has become the second largest nuclear power plant in the country after the Kudamkulam nuclear power plant in terms of installed capacity. Okay. അപ്പോൾ അതെന്തോ ഒരു ക്ലാരിറ്റി കുറവുണ്ട്. സെക്കൻഡ് ലാർജസ്റ്റ് ഇപ്പോൾ ഇതാണെന്നാണ് പറയുന്നത്. കക്രപാർ അറ്റോമിക് പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് സൂരത്തിലാണ്, ഗുജറാത്ത്. വിച്ച് ലൈസ് ഇൻ ദ പ്രോക്സിമിറ്റി ഓഫ് മാണ്ഡവി, MANDVI, സൂരത്ത് ആൻഡ് താപി റിവർ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഗുജറാത്തിലാണ്. ഇതിൻ്റെ പണി തുടങ്ങിയത് 1984 തുടങ്ങി. കമ്മീഷൻ ഡേറ്റ് 6 May 1993. പിന്നെ ഉള്ളത് കർണാടകയിലുള്ള കൈഗ ന്യൂക്ലിയർ പവർ പ്ലാന്റ്. അതിൻ്റെ കൺസ്ട്രക്ഷൻ ബിഗാൻ 1989. കമ്മീഷൻ ഡേറ്റ് 16 November 2000. 2000 അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. കമ്മീഷൻ ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എനിക്കത് നോക്കാനുണ്ട്. കമ്മീഷൻ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 1989 തുടങ്ങി 2000 കമ്മീഷൻ ഡേറ്റ് വന്നു. പ്രോജക്റ്റ് കമ്മീഷനിങ്. വിക്കിപീഡിയയിൽ പറയുന്നത് പ്രോജക്റ്റ് കമ്മീഷനിങ് ഇസ് ദ പ്രോസസ് ഓഫ് എൻഷുറിംഗ് ദാറ്റ് ഓൾ സിസ്റ്റംസ് ആൻഡ് കോമ്പോണൻസ് ഓഫ് എ ബിൽഡിംഗ് ഓർ ഇൻഡസ്ട്രിയൽ പ്ലാന്റ് ആർ ഡിസൈൻഡ്, ഇൻസ്റ്റാൾഡ്, ടെസ്റ്റഡ്, ഓപ്പറേറ്റഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് according to the owners or final clients' operational requirements. A commissioning process may be applied not only to new projects but also existing units and systems subject to expansion, renovation or revamping. Application of a set of എല്ലാം വർക്കിംഗ് കണ്ടീഷനിലാണോ എന്ന് എൻഷുർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് പ്രോജക്റ്റ് കമ്മീഷനിങ് എന്ന് പറയുന്നത്. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയി അത് കമ്മീഷൻ ചെയ്ത് വർക്കിംഗ് കണ്ടീഷനിലാക്കി കഴിയുന്ന ഒരവസ്ഥയാണ് കമ്മീഷൻ ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പരിപാടി തുടങ്ങി എന്നുള്ളൊരു അർത്ഥം അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ 7 എണ്ണമാണ് ഇന്ത്യയിലെ മെയിൻ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് കുറേ ഉള്ളത്. പിന്നെ ഇത് കൂടാണ്ട് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഇൻ ഇന്ത്യ അണ്ടർ കൺസ്ട്രക്ഷൻ കുറേ ഉണ്ട്. അതും അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഇതേ സ്ഥലങ്ങൾ തന്നെ, ഈ കൽപ്പാക്കം, രാജസ്ഥാൻ, കക്രപാർ, കൂടംകുളം, ഇവിടെ തന്നെ പുതിയ യൂണിറ്റുകൾ വരുന്നു. അതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ ഇതിൻ്റെ അടിയിൽ തന്നെ വരും. പിന്നെ പ്ലാൻ ടു ബി കൺസ്ട്രക്റ്റഡ് കുറേ സംഗതികൾ, വേറെ എന്തൊക്കെയോ കുറേ സംഗതികൾ പറയുന്നുണ്ട്. ഇതൊക്കെ എത്രത്തോളം നടക്കുന്നറിയില്ല. ഇതൊക്കെ കുറേ നോക്കാം. പക്ഷെ അതൊക്കെ അധികം ചോദിച്ചിട്ടില്ല. ഉള്ളതാണ് മെയിനായിട്ട് ചോദിച്ചേക്കണേ.
ബാക്കിയൊന്നും അത്ര അധികം ചോദിച്ചിട്ടില്ല. ചില സംഗതികളൊക്കെ വന്നിട്ടുണ്ട്. നെയിം ഓഫ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ, ഇപ്പോൾ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഇൻ ഇന്ത്യ അണ്ടർ കൺസ്ട്രക്ഷൻ, കൽപ്പാക്കത്തിൽ അണ്ടർ കൺസ്ട്രക്ഷൻ 2019 SSC MTS ചോദിച്ചിരുന്നു. എവിടെയാണ് ഇപ്പോൾ അണ്ടർ കൺസ്ട്രക്ഷൻ? മദ്രാസ്, കൽപ്പാക്കം. പിന്നെ ചോദിച്ചിട്ടുള്ളത് പ്ലാൻ ടു ബി കൺസ്ട്രക്റ്റഡ്, അതായത് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉള്ള സ്ഥലത്ത് കുറച്ചും കൂടെ എക്സ്പാൻഷൻ നടക്കുന്നു. പ്ലാൻ ടു ബി കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ഓ ഓ അല്ല, അവിടെയും എന്തോ കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, ഗോരഖ്പൂരിൽ ഒരെണ്ണം പുതിയത് വരുന്നുണ്ട്. അത് NTPCയിൽ ചോദിച്ചിരുന്നു, 2021 ചോദിച്ചിരുന്നു. പിന്നെ ചുട്ക എന്ന് പറഞ്ഞ മധ്യപ്രദേശിലെ മാണ്ഡ്ലയിൽ ഒരെണ്ണം പുതിയതായിട്ട് വരുന്നുണ്ട്. അതും 2021 ചോദിച്ചിരുന്നു. പിന്നെ കുറേ ഹരിപ്പൂർ, മഹി, ബൻസ്വാര, ഭീംപൂർ, അങ്ങനെ കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇത് അത്രയ്ക്കൊരു ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേസ് ഈ 7 എണ്ണമാണ് മെയിനായിട്ട് ഞാൻ നോക്കിയിട്ടുള്ളത്.